ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലെ സിലബസും സ്റ്റഡി പ്ലാനുമാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഉറപ്പായും 60നും 65നും ഇടയിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ലെവൽ പരീക്ഷയാണ്. നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഒരുപാട് സിലബസ് സാമ്യത വരുന്നത് പോലീസിൻ്റെ +2 ലെവലായിട്ടുള്ള പരീക്ഷകളുടെ ഒരു അനുബന്ധ പരീക്ഷ തന്നെയാണ് ഇത്. നിങ്ങൾ ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും പ്രാധാന്യമുള്ള പോലെ ഭരണഘടന ഒരു പ്രധാന സബ്ജക്റ്റാണ്. ഇത് കീ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ 3ൽ 1-2 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഭരണ സംവിധാനം. അപ്പോൾ ഇത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ 50 മാർക്ക് ഏരിയയാണ്. ഈ 50 മാർക്കിൽ നിന്ന് മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത് തന്നെയാണ്. ഒന്ന് മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം. ഈ 30ൽ ഓൾമോസ്റ്റ് ഒരു 25 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 20 മാർക്ക് നിങ്ങൾക്ക് ഏകദേശം സേഫ് ആക്കാൻ പറ്റും. 20ൽ 20 കിട്ടണമെന്നില്ല, പക്ഷേ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 18 മാർക്ക് വരെയൊക്കെ ഉറപ്പായും വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് ആദ്യം കിടക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് 4 ഡിവിഷൻസാണ് ആകെ ടോട്ടലായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡിവിഷൻ വരുന്നത് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിളാണെന്നല്ല, പക്ഷേ കുറച്ച് ടോപ്പിക് കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട 6 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. അതിനുശേഷം വൈൽഡ് ലൈഫ്, ഇത് നമുക്ക് ഏറെക്കുറെ ബയോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് കൂടാതെയുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കും വരും. ഇതിൽ നിന്നുള്ള ഈ പറയുന്ന ടേംസിൽ നിന്നല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ അധികം അങ്ങനെ വരാറില്ല. വന്നു കഴിഞ്ഞാൽ ആരും എഴുതാറില്ല. സോ ഈ ഒരു ഏരിയ. ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ലൈഫാണ്. അത് നമുക്കറിയാം, വന്യജീവി ആക്ട് 1972 ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്ഷനാണ്. ഇതും വളരെ കുറച്ച് നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. പിന്നെ IT ഇതിന് ഉറപ്പായും 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് 20 മാർക്ക് പോകുന്നത്. ബാക്കി മലയാളം, ഇംഗ്ലീഷ് വേറെ ഒന്നിലും ഒരു മാറ്റവും ഇല്ല എന്നൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുവരെ സംബന്ധിച്ച് ഈ സിലബസ് അടിസ്ഥാനമാക്കി ബാക്കി ടോപ്പിക്കുകളും ഈ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്, റെക്കോർഡ് ക്ലാസ് പിന്നെ ലൈവ് ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ്: 88 91 698 723. അഡ്മിന് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളെ ഗ്രൂപ്പിൽ, ലൈവ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ടോപ്പിക്ക് ബേസ് മുഴുവനും ലോങ് ടൈം ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. നിങ്ങൾ സാധാരണ +2 ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 80% നിങ്ങൾക്ക് മാറ്റമില്ല. അതിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ ഈ ഒരു 2 മാർക്ക് എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ 82 മാർക്ക് നിങ്ങൾക്ക് അച്ചീവായി. പിന്നെ ബാക്കിയുള്ള 18 മാർക്ക് ഈ 5ഉം 7ഉം 6ഉം. ഇതിൽ ബയോളജി സെക്ഷനിൽ നിങ്ങൾ ആൾമോസ്റ്റ് കുറേയെങ്കിലും നിങ്ങളിതിൽ പഠിച്ച് കാണും. ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഉള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കുക. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജില്ലാ തലത്തിൽ നിയമനം കിട്ടുന്ന ഒരു ലിസ്റ്റാണിത്. ഇതിന് ഗേൾസിനും ബോയ്സിനും ഒറ്റ ലിസ്റ്റാണ്. ഫിസിക്കൽ ഉണ്ട്. അവർ ആ ഫിസിക്കലിന് മാത്രം ബോയ്സും ഗേൾസും തമ്മിൽ ഒരു ഡിവിഷൻ വ്യത്യാസം വരുന്നതായിരിക്കും. ഐറ്റംസിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു നല്ല സാധ്യതയുള്ളൊരു പരീക്ഷയാണ്. നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 65 എബോവ് നിങ്ങൾ പരീക്ഷയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആവുന്ന ഒരു പരീക്ഷയായിരിക്കും.